നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അഞ്ജലിയാണ്. സ്വാഗതം ചെയ്യാം. അഞ്ജലി, നമസ്കാരം. ഹലോ. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പറയൂ. കുറേ സിനിമകൾ അല്ലെങ്കിൽ സീരിയൽ ഇങ്ങനെ അഭിനയ രംഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ അതെ. ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ? ഞാൻ ശരിക്കും പ്രൊഫഷണൽ ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഓക്കെ. ഞാൻ 3 വയസ്സ് തൊട്ട് തുടങ്ങിയ ഒരാളാണ്. അതെ അതെ, 3 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കാൻ തുടങ്ങി. അന്നൊരു പഠിച്ചായിരുന്നു, ആരും പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. അത് കഴിഞ്ഞ് ഞാനൊരു 5 മൂവീസ് ചെയ്തു. ഇപ്പോ ലാസ്റ്റ് എന്റെ മൂവി റിലീസ് ആകുമ്പോഴാണ് അരിക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു 1000 ബേബീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ് സീരീസ് ചെയ്തു റഹ്മാൻ സാറിന്റെ കൂടെ. പിന്നെ 3 സീരിയൽ ചെയ്തു. ഇപ്പൊ കറന്റ് ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെമ്പനീർ പോകുന്ന പറഞ്ഞിട്ട്. വെരി ഗുഡ്. അപ്പൊ ഈ 3 വയസ്സ് അതിപ്പോ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം കൊണ്ടായിരിക്കുമല്ലോ? ശരിക്കും അമ്മയുടെ ആഗ്രഹമായിരുന്നു ഒരു ഡാൻസർ ആവണമെന്ന്. കാരണം അവരുടെ ഒരു സമയത്ത് പഠിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഡാൻസർ ആവണമെന്ന്. അതെ അതെ, അച്ഛന്റെ ആഗ്രഹം പഠിച്ചൊരു ജോലി വാങ്ങുക അതായിരുന്നു. അപ്പൊ അച്ഛനത് രണ്ടും ഞാൻ നിറവേറ്റി കൊടുത്തു കേട്ടോ. കാരണം ഞാൻ പഠിച്ചൊരു ഡിഗ്രി എടുക്കുകയും ചെയ്തു, കൂടാതെ അമ്മയുടെ ആഗ്രഹം പോലെ ഒരു ഡാൻസർ ആവും. ഞാൻ ഡാൻസിലും ഡിഗ്രി എടുത്തു. ഇപ്പൊ PG കഴിഞ്ഞു, റിസർച്ച് ചെയ്യണമെന്നുണ്ട്. എനിക്കൊരു ഡാൻസ് സ്കൂൾ ഉണ്ട്, കലാകളരി എന്ന് പറഞ്ഞിട്ട്. അത് തൃശ്ശൂർ, എറണാകുളം, കോട്ടയം. 3 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ തൊട്ടിട്ട് ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം അന്ന് ഞാൻ പഠിക്കാൻ വേണ്ടിട്ട് ഒരു വരുമാനം കണ്ടുപിടിച്ചിരുന്നത് ഞാൻ ഡാൻസ് പഠിപ്പിച്ചിട്ടായിരുന്നു. അതെ. എവിടെയാണ് അഞ്ജലിയുടെ ശരിക്കും സ്വദേശം? എന്റെ തൃശ്ശൂരാണ്, തൃശ്ശൂരുകാരിയാണ്. അതെ അതെ, പക്ക തൃശ്ശൂരാണ്. പക്ഷെ എനിക്ക് സ്ലാങ് ഉണ്ടാവില്ല. അവിടെ ജനിച്ചു വളർന്നതാണോ? ഞാൻ അവിടെ ജനിച്ചു വളർന്നത്, പക്ഷെ ഞാൻ ഇങ്ങനെ സഞ്ചാരിയായിരുന്നു. എല്ലായിടത്തും പോയിട്ട്. അതെ അതെ, ഇല്ല ചില സമയത്ത് ഇങ്ങനെ ഒരു എന്തുട്ടാ അതൊക്കെ ചില സമയത്ത് കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്ന് വരും. അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. അപ്പം അഞ്ജലി എങ്ങനെയാണ് പാചകം, കുക്കിംഗ്? ഇപ്പൊ ഒരു അഭിനേതാവ് എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും ഒരു പ്രൊഫഷണൽ മികവ് തെളിയിച്ച ഒരാളാണ്. ഓക്കെ. കുക്കിങ്ങിൽ അതിനെല്ലാം 10 ഔട്ട് ഓഫ് 10 അല്ലെങ്കിൽ 9.5 8 ഒക്കെ പറയും. കുക്കിങ്ങിൽ 1 to 10 പറഞ്ഞാൽ ഏതായിരിക്കും നിങ്ങളുടെ ഒരു സ്കെയിലിൽ വരിക? അല്ല, അത്യാവശ്യം ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഇതുവരെ കുക്ക് ചെയ്തിട്ട് കഴിച്ച ആൾക്കാരും എൻ്റെ അടുത്ത് മോശം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു 7.5 മേലെ ഉണ്ടാവും. ഒരു 9 കൊടുക്കാം. അടിപൊളി. അത്രയും കോൺഫിഡന്റോടെ പറയണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളാണെന്ന്. അതെ, കുക്ക് ചെയ്യും നന്നായിട്ട്. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കുക്ക് ചെയ്യാൻ? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. വീട്ടിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന അമ്മയാണോ അതോ? അമ്മയാണ്. അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ അമ്മയ്ക്ക് അങ്ങനെ എനിക്ക് തോന്നിയിട്ട് മീൻസ് ഫേവറേറ്റ് ചെയ്താന്നുള്ള എനിക്ക് അങ്ങനെ അമ്മ ഉണ്ടാക്കുന്ന എല്ലാം ഇഷ്ടമാണ്. അമ്മ ഉണ്ടാക്കുന്ന എല്ലാം എനിക്ക് ഇഷ്ടം. എനിക്ക് അങ്ങനെ കിട്ടാൻ തോന്നുന്ന ആഗ്രഹമുണ്ട്. നമ്മുടെ മുതിരയില്ലേ, മുതിരത്തോരനുണ്ട്, അമ്മ ഉണ്ടാക്കും. അത് ഭയങ്കര ചൂട് ചോറിൽ മുതിരത്തോരനും പിന്നെ കുറച്ച് ചോറിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ മുതിരത്തോരനും ഒരു പപ്പടം കൂട്ടി കഴിക്കാൻ, വേറെ ഒന്നും വേണ്ട. അയ്യോ, കൊറേ മിസ് ചെയ്യുമ്പോ അതൊക്കെ ആയിരിക്കും കഴിക്കാം. എന്റെ അമ്മ കൂടുതലും വെജിറ്റേറിയൻ ആണ് ഉണ്ടാക്കുക, നോൺ വെജ് കുറവാ. ഉണ്ടാക്കും, ഫിഷ് കറി ഒക്കെ ഉണ്ടാക്കും. ഒരു തൃശ്ശൂർ സ്റ്റൈലിൽ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ടാക്കില്ലേ, അതന്നെ, അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കും. പക്ഷെ അമ്മയുടെ എനിക്ക് ഇഷ്ടം നോൺ വെജിനെക്കാട്ടിലും വെജാണ്. ഓക്കെ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെജാണ്. കോളിഫ്ലവർ പട്ടാണി കറി എന്നാണ് ഇതിന്റെ പേര്. അപ്പം ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കുറുമ ടൈപ്പ് തേങ്ങാപ്പാലൂടെ ചേരുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആദ്യം വെളിച്ചെണ്ണയ്ക്ക് അത് നമ്മള് വെളുത്തുള്ളി ഇഞ്ചിയാണ് ഇതിന്റെ ഒരു മെയിൻ ഫ്ലേവർ. ഓക്കെ. സമയം കിട്ടിയാൽ വീട്ടിൽ കുക്ക് ചെയ്യും? സമയം കിട്ടിയാൽ ഞാൻ കുക്ക് ചെയ്യും. ഓരോന്നിങ്ങനെ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പം സാറിനെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ ഓരോന്ന് പരീക്ഷിക്കാറുണ്ട്. അപ്പം ചിലപ്പം സെറ്റ് ആവാറുണ്ട്, ചിലപ്പോ ഫ്ലോപ്പ് ആവും. പക്ഷെ എന്നാൽ കൂടെ തോക്കില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും ട്രൈ ചെയ്യും. ഞാൻ എല്ലാ ഫുഡും കഴിക്കും, എല്ലാ ഫുഡും. എന്നെ കടിക്കാത്തൊക്കെ ഞാൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള ഒരു ഫുഡിയായിട്ട് കൂട്ടുന്നില്ല. ഇല്ല, അങ്ങനെ ഒരു ഫുഡിയായിട്ട്
കൂട്ടാനും പറ്റത്തില്ല. ഓക്കെ. ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ള ഇപ്പൊ കേരള ഭക്ഷണമാണ്. ഇപ്പൊ നിങ്ങൾ ഷൂട്ടിലൊക്കെ പോകും, പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും, ഷോ ഉണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ എപ്പോഴും ഈ മുതിരത്തോരനൊന്നും കിട്ടില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുക? ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, അല്ലെങ്കിൽ കേരള, അങ്ങനെയൊക്കെ ഒരു ഭക്ഷണമാണോ, അല്ലെങ്കിൽ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുക? ചൈനീസ് ഞാൻ എന്തായാലും ചൂസ് ചെയ്യും. ഓക്കെ, ചൈനീസ് ഇഷ്ടമാണ്. ഓക്കെ. പിന്നെ എനിക്ക് കേരളം വിട്ടു പോയിട്ട് പിന്നെ ഞാൻ കൂടുതൽ എനിക്ക് കഴിക്കാൻ ഏറ്റവും ആഗ്രഹം അല്ലെങ്കിൽ കൊതി തോന്നിക്കണത്, ചിലപ്പോൾ ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ കൊതി തോന്നിക്കണത് ചെന്നൈ ഫുഡാണ്. സാദം, തൈര് സാദം, അതെ, ലെമൺ റൈസ്, തൈര് സാദം, തക്കാളി സാദം, പുളി സാദം, സാമ്പാർ സാദം, ഇതെല്ലാം ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. അത് തമിഴ്നാട്ടിലും കർണാടകയിലുമാണ് ആ ഒരു സാധനം. അപ്പൊ അഞ്ജലി ഈ മേഖലയിലൊക്കെ എങ്ങനെയാണ് ആദ്യമായിട്ട് എത്തപ്പെട്ടത്? ശരിക്കും നൃത്തം തന്നെയാണ് എൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം. നൃത്തം തന്നെയാണ്. കാരണം ഞാൻ എല്ലാവരുടെ മനസ്സിലും അഭിനയമോഹം ഉണ്ടാവുമല്ലോ, എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഞാനിങ്ങനെ ഷൂട്ടിങ്. എൻ്റെ അച്ഛനൊരു ഫോട്ടോഗ്രാഫറാണ്. അപ്പം അച്ഛൻ തന്നെ പണ്ടത്തെ നമ്മുടെ ഇപ്പൊ ജഗദീഷ് ചേട്ടൻ്റെയും അവരുടെയൊക്കെ ഇന്നസെന്റ് ഏട്ടൻ അവരുടെയൊക്കെ ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പം അന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ അച്ഛൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് എനിക്ക് ഇച്ചിരി ഈ ക്യാമറയോട് ഇത്തിരി പ്രിയം കൂടുതലായിരുന്നു. അച്ഛൻ വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിൽ അച്ഛൻ ഇപ്പം പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ആൽബം ഇന്നത്തെ പോലെ അല്ലല്ലോ, അവർ തന്നെ ഫോട്ടോ എല്ലാം പ്രിന്റ് ചെയ്ത് ഒട്ടിച്ച് ഡിസൈൻ ചെയ്യുക, ഇതൊക്കെയായിരുന്നു. അപ്പൊ അച്ഛൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ ഒരു ജോലിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഷൂട്ടിംഗ് കാണാൻ പോകുന്നത്. അത് ഒരു സീരിയലിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു. അങ്ങനെ കാണാൻ പോയപ്പോൾ തൊട്ട് ഒരു മോഹമായിരുന്നു എനിക്കൊന്ന് അഭിനയിക്കണം എന്ന്. അതെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പോലെ എനിക്കൊരു പ്രാന്തായിരുന്നു, അഭിനയിക്കണം, എങ്ങനെയെങ്കിലും എനിക്ക് അഭിനയിച്ചേ പറ്റൂ, ഞാനൊരു എന്താ പറയാ ഒരു നടിയായി മാറണം എന്നൊരാഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിക്കലും കാര്യം 10th കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും വീട്ടിലൊക്കെ 10ാം ക്ലാസ് അയ്യോ ഭയങ്കര മാർക്ക് വേണം, അല്ലെങ്കിൽ പഠിച്ചേ പറ്റത്തുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇപ്പം ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് സ്വന്തമായിട്ടൊരു സ്വന്തം കാലിൽ ചെറുതായിട്ട് നിൽക്കാനായിട്ടുള്ളൊരു ഇതൊക്കെ തുടങ്ങിയല്ലോ. കാരണം ഡാൻസ് പഠിപ്പിക്കുന്നു, അതിനൊരു വരുമാനം ഉണ്ടായി. അപ്പം അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ ആ മോഹം വീണ്ടും പുറത്തെടുത്തു. അങ്ങനെ ഞാൻ കടൽ തമിഴിലെ കടൽ മൂവിയിലാണ് ഫസ്റ്റ് എനിക്ക് അവസരം വരുന്നത്. അതെന്നെ ഒരു ഡാൻസ് കണ്ടിട്ട് വിളിച്ചതാ. പക്ഷെ അതെനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 72 മോഡൽ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് പത്മസൂരുടെ നായികയായിട്ട് അതിൽ ഫസ്റ്റ് ഇറങ്ങിയിട്ട് അതിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സീരിയലിലേക്കുള്ള എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയ, അതായത് ഒരു ജോബിൻ എന്ന് പറഞ്ഞൊരു മാസ്റ്ററിൻ്റെ കൂടെ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോൾ അങ്ങനെ വന്നതാണ് സീരിയലിലേക്കുള്ള എൻട്രി. അതെ. ഇപ്പൊ നമ്മുടെ ആ ഒരു കറിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു വെജ് കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം കൂടി ഇട്ടായിട്ട് ലേശം മഞ്ഞൾപ്പൊടി, ഇതിനകത്ത് മുളക് പൊടിയില്ല, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒരല്പം ഗരം മസാലയാണ് ഇട്ടിരിക്കുന്നത്. കുരുമുളക് പൊടി ഏറ്റവും ലാസ്റ്റ് ഇടും. അത് കഴിഞ്ഞിട്ട് പട്ടാണി, അതുപോലെ കുറച്ച് ക്യാരറ്റ്, കോളിഫ്ലവർ, അതൊന്ന് ജസ്റ്റ് ഇതൊന്ന് ഗ്രില്ല് ചെയ്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഇതേപോലെ ഒന്ന് ആവുകയാണ്, ഒരു ഗ്രിൽ മാർക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് കാഷ്നട്ട് പേസ്റ്റ് വേണം, അത് കൂടാണ്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഉള്ളൊരു കറി. അപ്പോൾ ഇത് ചപ്പാത്തി, അതേപോലെ പുട്ട്, അതേപോലെ റൊട്ടി, അതിനൊക്കെ ഒരു വെജിറ്റേറിയൻസിന്റെ ഒരു സിമ്പിൾ ഹോം മെയ്ഡ് കറി എന്ന് പറഞ്ഞ് വേണേൽ ചെയ്യാവുന്ന. സാറിന് ഏത് ഫുഡ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ? എനിക്ക് കേരള ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ നാടൻ ഫുഡ്. പിന്നെ ഈ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ പോയി, ഒത്തിരി രാജ്യങ്ങളിലൊക്കെ പോയി ഒരു ഷെഫാകുമ്പോൾ എല്ലാം ട്രൈ ചെയ്യണമല്ലോ, എല്ലാം കാണണം. അപ്പോൾ ആദ്യം എനിക്കിതൊന്നും ഇഷ്ടമല്ല, നമ്മുടെ ഭക്ഷണം മാത്രമാണ് ഈ പറഞ്ഞ ചൈനീസ് ഒക്കെ ഇഷ്ടമെന്നല്ലാതെ വേറെ രാജ്യങ്ങളിലെ ഭക്ഷണമൊക്കെ നമുക്ക് ലോക്കലി കഴിക്കുമ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒരു ഷെഫ് എന്ന നിലയിൽ കുറച്ചുകൂടെ ഡെവലപ്പ് ആയപ്പം ഓരോ ഇൻഗ്രീഡിയൻസിനും അതിൻ്റെ ഓരോ സ്റ്റൈൽ, ഓരോ കൾച്ചർ, ഓരോ രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഒരു കൾച്ചർ ഉണ്ട്, അതിൻ്റെയൊക്കെ ഡെവലപ്പായിട്ടാണ് ഈ ഫുഡൊക്കെ വന്നത് തന്നെ. അപ്പം അതിനൊക്കെ ഓരോ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലായി കഴിയുമ്പോഴാണ് ഇതിനെല്ലാം നമുക്ക് ഇഷ്ടപ്പെടാത്തത്. ചിലപ്പോൾ അങ്ങനെ കഴിച്ച് എല്ലാ ഫുഡിനോടും ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. പക്ഷെ ഇപ്പൊ എന്റെ ഏറ്റവും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ഓരോ സമയത്ത് മാറും. ഇപ്പോഴത്തെ ഒരു സൂപ്പർ ട്രെൻഡായിട്ട് ജപ്പാനീസ് ക്വിസിനിലോട്ടാണ് എന്റെ ഒരു കേരള കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിട്ടുള്ളത്. അതെ, അങ്ങനെ നമ്മുടെ വെജിറ്റബിളും ഈ ഒരു മസാലയും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തു. ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഇതിനകത്ത് ഇതൊക്കെ ഒരു ഓപ്ഷനാണ്. ഒരല്പം നെയ്യ് കൂടെ, നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിലാണ് ഇതിന്റെ താളിച്ചത്. ഈ ഒരു സമയത്ത് ഒരല്പം നെയ്യും കൂടെ ഇട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്.
ഓക്കെ, ഇതേ ഈ മസാലയൊക്കെ റെഡി ആകുമ്പോൾ നിങ്ങൾ ഇത്രയും ഭയങ്കര നാഗവല്ലിയുടെ കണക്ക് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നൃത്തത്തെക്കുറിച്ച് പറയണം. ഒരു 2 സ്റ്റെപ്പ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊണ്ട് ഇഷ്ടപ്പെട്ട ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് ഈ ഒരു മധുരം കൂടും. ഈ നെയ്ക്കകത്ത് ഈ കശുവണ്ടി അരച്ചത് ഒരു കാഷ്നട്ട് പേസ്റ്റ് ആണ്. ഇതും ഓപ്ഷണലാണ്, രുചി കൂട്ടാനും അതിനൊരു തിക്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് കുറേ നേരം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. നെയ്ക്കകത്തൊന്ന് വരട്ടുകയാണ് ഇത്തിരി. അണ്ടിപ്പരിപ്പ് ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ചെടുത്തതാണ്. അപ്പൊ അതൊന്ന് നെയ്ക്കകത്ത് വരട്ടിയെടുക്കുമ്പോൾ ഒരു വേറെ തരം സ്വാദ് വരും. അതിന് ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അത് നെയ്ക്കകത്തൊന്ന് സോട്ട് ചെയ്യണം അതേ നെയ്യിൽ. നമ്മുടെ വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് റോസ്റ്റായി കാഷ്നട്ട് ഇതിനകത്ത് തന്നെ മെൽറ്റായിട്ട് ഇതിനകത്ത് ഓൾറെഡി ആ നെയ്ക്കകത്ത് വരട്ടിയെടുത്ത കാരണം പച്ചക്കറി തന്നെ അത് ലയിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിന് ഓൾറെഡി കാഷ്നട്ട് നമ്മൾ വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതിന് പകരം ഈ വെജിറ്റബിളിനോടൊപ്പം തന്നെ ലയിപ്പിച്ച് ആ നെയ്ക്കകത്ത് തന്നെ ചേർന്ന് ഇപ്പോൾ ഇത് വിസിബിൾ അല്ല. അപ്പോൾ അതിനകത്ത് ഓൾറെഡി അത് റോസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുക, കറിവേപ്പില ഇടുക, ഒരല്പം ഗരം മസാല, ഒരു പിഞ്ച് ഓഫ് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. ലേശം കുരുമുളക് പൊടി ഒരു എരിവിന് ആൻഡ് സം കറി ലീവ്സ്. ഈ ഡാൻസ് ഇത്രയും നന്നായിട്ട് ചെറുപ്പം മുതലേ ചെയ്യുന്നവരാണ്. ഡാൻസിൽ ഏറ്റവും റോൾ മോഡലായിട്ടുള്ള ഒരാളാരാണ്? ഞാൻ ഒരു ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരാള് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യാണ്. ഞാൻ ശരിക്കും ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് +2 കഴിഞ്ഞിട്ട് ഇവിടുന്ന് ട്രെയിൻ കയറിയ ആളാ. അന്ന് എനിക്ക് കാണാൻ സാധിച്ചില്ല. +2 മുന്നേ. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ തോറ്റു കൊടുക്കത്തില്ല. കാരണം ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വന്ന ഒരാളാണ്. ഇപ്പം അവസരങ്ങളായാലും അത് ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും വന്ന വഴികളും മറക്കാറില്ല. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മളേനെ മാറ്റി നിർത്തിയവർ നമ്മളെ ചേർത്ത് പിടിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഡാൻസർ ആക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പത്മ സുബ്രഹ്മണ്യം ടീച്ചറെ കാണാൻ ഞാൻ ഇവിടുന്ന് കയറുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് തമിഴ് അറിയാം, സംസാരിക്കാൻ അറിയാം, എഴുതാനൊക്കെ അറിയാമായിരുന്നു. പക്ഷേ എങ്ങനെ പോകണം, എവിടെയാണോ ഒന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനത് പരാജയപ്പെട്ട് തിരിച്ചു വന്നു. ഇല്ല, കാണാൻ പറ്റിയില്ലായിരുന്നു. ചെന്നൈ പോയായിരുന്നു. അമ്മയുടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ അവിടെ പോയി. പക്ഷെ എനിക്ക് ടീച്ചറെ കാണാനായിട്ട് സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും 1 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും പ്രയത്നിച്ചു. അടുത്ത വഴിക്ക് ഞാൻ പോയി എനിക്ക് ടീച്ചറെ കാണാൻ സാധിച്ചു. ടീച്ചറെ അടുത്ത് എനിക്ക് 4 വർഷം പഠിക്കാൻ സാധിച്ചു. അയ്യോ, അത് ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആയിട്ടുള്ള. അപ്പോൾ നമ്മുടെ ഇത് കണ്ടല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ആ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ്. എനിക്ക് ഒരുപാട് ഗ്രേവി വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വാട്ടർ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് കറക്റ്റ് വേറെ ഒന്നുമില്ല. കാഷ്യൂ നട്ടിൻ്റെ ഓൾറെഡി സോട്ട് ആയ കാരണമുള്ള ഒരു തിക്നെസ് വരും. കുറുകിയ പാലിൻ്റെ തിക്നെസ് വരും. പിന്നെ ഇത് ചൂടോടുകൂടി ചപ്പാത്തി, അപ്പം, പുട്ട്, ഇടിയപ്പം അങ്ങനെയുള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ്. അഞ്ജലിയുടെ എങ്ങനെയുള്ള ക്യാരക്ടറാണ് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയുള്ള കഥാപാത്രം അഭിനയിക്കാനാണ് ഇഷ്ടം? വില്ലത്തി ആണോ? കൂടുതൽ ചെയ്യാനുണ്ട് വില്ലത്തിക്ക്, എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പം 3 സീരിയൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ മെയിനായിട്ട് ഒരു അരുണിമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്ന ആൾക്കാർ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോപ്പിൽ നിൽക്കുമ്പം 2 ആൻറ്റിമാർ വന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ കാണാൻ കാത്തിരിക്കുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ എനിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അതിനെ മറികടക്കാൻ ഇതൊരു ക്യാരക്ടറും ഞാൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അരുണിമ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും പലരും എന്നെ വിളിക്കുന്നത് അരുണിമ എന്നാണ്. ആ ഒരു രീതിയിൽ ഭയങ്കര വില്ലത്തരായിരുന്നു. ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് ഡയറക്ടറോട്, സാർ എന്ത് വില്ലത്തിയാണ്. പളങ്ക്. നമ്മുടെ വെജ് കുർമ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ റെസിപ്പി ഒന്നുകൂടെ പറയാം. ആദ്യം തന്നെ പട്ടാണി ബോയിൽ ചെയ്ത് വെക്കുന്നു. അതുപോലെ കോളിഫ്ലവർ, ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ എന്ത് യൂസ് ചെയ്യാം. അത് സെപ്പറേറ്റായിട്ട് കട്ടായിട്ട് ബോയിൽ ചെയ്ത് വെച്ചു. ആദ്യം ഒരു പാനിനകത്ത് എണ്ണയ്ക്കകത്ത് ലേശം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഉള്ളി നന്നായിട്ട് വഴറ്റി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് വഴറ്റുന്നു. അതിനുശേഷം ഈ പച്ചക്കറികളൊക്കെ ഇട്ടൊന്ന് റോസ്റ്റാക്കി മാറ്റിയതിന് ശേഷം ഒരു സൈഡിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചത് വഴറ്റി ഇതിനോട് ചേർക്കുന്നു. ആ കഷ്ണങ്ങളെല്ലാം കുറുകി ആ നെയ്ക്കകത്ത് വരണ്ട് വരുന്ന സമയത്ത് കട്ടിയുള്ള തേങ്ങാപ്പാലും ഒരല്പം കുരുമുളകും
പിഞ്ച് ഓഫ് ഗരം മസാലയും കറിവേപ്പിലയും ചേർത്താൽ വേഗത്തിൽ നിങ്ങൾക്ക് പീസ് പട്ടാണി കുറുമ റെഡിയാക്കാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാം. അഞ്ജലി, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യേണ്ട സമയമായി. 2 ചപ്പാത്തിയും വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ പീസ്. ഇറ്റ്സ് യുവർ ടൈം. മണം വന്നപ്പോഴേ എനിക്കറിയാം ഇത് 2 ചപ്പാത്തിയിലൊന്നും ഒതുങ്ങും തോന്നണില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കുറുമ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ അപ്പം പാലപ്പം, അതെ, അത് ശരിക്കും ചപ്പാത്തിയും പാലപ്പം രണ്ടും കൂടെ അതെ അടിപൊളിയായിട്ടുണ്ട്. അഞ്ജലി, ഞാൻ പറഞ്ഞ ഒരു സാധനം കൂടെ ടേസ്റ്റ് ചെയ്യണമെന്ന്. ഇവിടെ ഈ എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു അതിഥി കൂടെ വരും. അപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ഭക്ഷണമായിട്ടാണ് വരിക. പക്ഷേ ഇന്നത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആലപ്പുഴയിലുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹോം ബേക്കറാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഗീത, വെൽക്കം. ഹായ്, ഞാൻ ഗീത ശരത്, കുട്ടനാട്ടിലെ കിടങ്ങറയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹോം ബേക്കറാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് കേക്കും പിസയും ചെയ്യുന്നുണ്ട്. എന്താണ് ഗീത ചെയ്യുന്നത്, പറയൂ. ഞാൻ MSc കമ്പ്യൂട്ടർ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. നമ്മളിപ്പം 2012 പാസ് ഔട്ട് ആയത്. അതിനുശേഷം കല്യാണം കഴിഞ്ഞു. ഖത്തറിലാണ് ഹസ്ബൻഡ് ജോലി. അപ്പം അങ്ങോട്ടേക്ക് പോയി. അപ്പം ആദ്യം കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. അവിടെ ചെന്നാണ് എല്ലാം പഠിച്ചത്. അപ്പോൾ ഒറ്റയ്ക്കാണ് എല്ലാം പഠിച്ചത്. ആരും അങ്ങനെ പഠിപ്പിച്ചു ഇല്ല, ഒറ്റയ്ക്കാണെല്ലാം. ലക്ഷ്മി മാമിന്റെ വീഡിയോസ് കണ്ടാണ് പഠിച്ചതെല്ലാം ആദ്യമൊക്കെ. ആദ്യം പിന്നെ കുക്കിംഗ് ഇൻട്രസ്റ്റ് ആണ്, അപ്പൊ അതിലോട്ട് തന്നെ തിരിഞ്ഞു. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കേക്കൊക്കെ വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 2018 ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്തി. പിന്നെ ടെസ്റ്റ് ഒക്കെ എഴുതാൻ തുടങ്ങി. പക്ഷെ എന്നാലും കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് അതിനകത്തോട്ടായിരുന്നു കൂടുതൽ ശ്രദ്ധ. അത് കഴിഞ്ഞ് കൊറോണ ടൈം വന്നപ്പോഴാണ് ശരിക്കും അത് എനിക്ക് പ്രയോജനം ആ ഒരു സമയത്ത് ശരിക്കും അങ്ങനെ ഹോം ബേക്കിംഗ് തുടങ്ങി. കൊറോണ ടൈമിൽ ഫസ്റ്റ് ആയിട്ട് ഞാൻ ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കി വീണ്ടും. അപ്പം നമ്മുടെ കസിൻസിനും നെയ്ബേഴ്സിനൊക്കെ കൊടുത്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. അപ്പം ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദീപ്തി പണിക്കർ, ആലപ്പുഴയിലാണ്. ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഇന്ദു. ചേച്ചി ഹോം ബേക്കറാണ്. ചേച്ചി ഇതുപോലെ കേക്കെല്ലാം പഠിപ്പിച്ചു കൊടുക്കും. അപ്പം ഇന്ദു ചേച്ചി ഇടയ്ക്ക് പോയി ഒരു ദിവസം ക്ലാസ്സിന് പോയി. ചേച്ചി 10 കേക്ക് പഠിപ്പിച്ചു തന്നു ഒരൊറ്റ ദിവസം കൊണ്ട്. അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി. ഓക്കെ, അഞ്ജലിക്ക് എന്താണ് പറയാനുള്ളത് കേട്ടിട്ട്? ഇത് കേട്ടിട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇതേപോലെ സൈഡില്? അല്ല, എനിക്കിപ്പോ തോന്നുന്നുണ്ടല്ലോ. ഇതുപോലെ ബേക്കിംഗ് ഇഷ്ടമാണോ? പിന്നെ ബേക്കിംഗ് ഇഷ്ടമാണ്. അപ്പൊ ഇതൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും ഇതൊക്കെ ഇൻസ്പിറേഷൻ. ഞാൻ ബേക്കിംഗ് ഇതുവരെ ചെയ്തിട്ട് പാളിയിട്ടുള്ളൂ. അത് ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്ര പാളിയില്ല. കാരണം അതൊരു റെസിപ്പി ഒരു മീൻകറി വെക്കുന്ന പോലെ അല്ല ബേക്കറി. മീൻകറിക്കകത്ത് ഒരു ഇത്തിരി 10 ഗ്രാം മുളക് പൊടി എന്ന് പറഞ്ഞ റെസിപ്പി നിങ്ങൾ 15 ഗ്രാം ഇട്ടാൽ ഒരു ഇത്തിരി എരിവ് കൂടിയെന്ന് പറഞ്ഞ് കറിയിലൊന്നും സംഭവിക്കുന്നില്ല വലുതായിട്ട്, അല്ലെ പുളി ഇത്തിരി കൂടി. പക്ഷേ ഇതിനകത്ത് മെഷർമെൻ്റ് എന്നൊക്കെ പറയുന്ന കൃത്യം ഗ്രാമിനകത്ത് അളന്ന് മുറിച്ച് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ പെർഫെക്ഷൻ വരിക. അപ്പോൾ അത് കുറച്ചൊരു പ്രാക്ടീസാണ്. എന്തായാലും നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഒരുമിച്ച് കട്ട് ചെയ്യും വരും. ഓക്കെ, കഴിച്ചു. സാറ് കഴിക്കുക എന്നുള്ളതാണ്. അടിപൊളി കേട്ടോ. ഞാൻ 2ാമത് കൂടെ എടുക്കുകയാണ്. താങ്ക് യു ഗീത, അതുപോലെ താങ്ക് യു അഞ്ജലി. അഞ്ജലി ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് നല്ല നല്ല ഷോ ഇപ്പം നൃത്തത്തിൽ ഇനി PhD എത്രയും വേഗത്തിൽ ചെയ്ത് അത് കൂടാണ്ട് ആഗ്രഹിക്കുന്ന നല്ല നല്ല വില്ലത്തരമുള്ള കഥാപാത്രങ്ങൾ സിനിമയിൽ പക്ഷെ നല്ല ക്യാരക്ടർ റോൾ ചെയ്താൽ മതി കേട്ടോ. അത്ര വില്ലത്തി ചെയ്യണ്ട. അപ്പോൾ ഇതെല്ലാം രണ്ടുപേർക്കും അടിപൊളി സന്തോഷമാണ്. ഇങ്ങനെ ഒരു ഷോയിൽ വന്നതിലും കാണാൻ പറ്റിയതിലും സന്തോഷം രണ്ടുപേർക്കും. സോ ഗോൾഡ് വിന്നർ മാസ്റ്റർ ഷെഫ് പിള്ളയുടെ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു താങ്ക് യു സോ മച്ച് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.